മാനസിക ശരീരവും മാംസദിബന്ധ ശരീരവും. യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം 114 ഭാഗം 3 ഉൽപ്പത്തി പ്രകരണം. മനസൈവ മനസ്താസ്മാത് പരുഷേണ പൂമാനിഹ സുഖമേവ സുഖേനൈവ യോജയേത് പാവനേഭതി. വസിഷ്ഠൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഭഗവാനെ, മാമുനിയുടെ ശാപം ഇന്ദ്രന്റെ മനസ്സിനെ ബാധിക്കാതെ ശരീരത്തെ മാത്രം ബാധിക്കാൻ ഇടവന്നത് എന്തുകൊണ്ടാണ്? ശരീരം മനസ്സിൽ നിന്നും വിഭിന്നമല്ലെങ്കിൽ ആ ശാപം മനസ്സിനെയും ബാധിക്കേണ്ടതല്ലേ? എങ്ങനെയാണ് മനസ്സ് ബാധിക്കപ്പെടുന്നതും ബാധിക്കപ്പെടാതിരിക്കുന്നതെന്നും ദയവായി പറഞ്ഞു തരൂ. ബ്രഹ്മാവ് പറഞ്ഞു, മകനെ, ഈ വിശ്വം ബ്രഹ്മാവ് മുതൽ മാമനകൾ വരെ മൂർത്തിമത്തായുള്ള എല്ലാറ്റിലും 2 തരം ശരീരങ്ങളുണ്ട്. ഒന്നാമത്തേത് മാനസിക ശരീരം. അത് അശാന്തമാണ്. ക്ഷിപ്രമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തേത് മാംസനിബദ്ധമായ ശരീരം. അത് സ്വയമായി ഒന്നും ചെയ്യുന്നില്ല. ഈ ശരീരത്തെയാണ് അനുഗ്രഹങ്ങളും ശാപങ്ങളും ബാധിക്കുക. അതിന് ബുദ്ധിയോ ശക്തിയോ ഇല്ല. താമരയിലെ ജലക്കണം പോലെ അത് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. അത് വിധിയെ, അതായത് നിയതിയെ, മറ്റു ഘടകങ്ങളെ എല്ലാം ആശ്രയിച്ചിരിക്കുന്നു. മനസ്സാകട്ടെ ബന്ധിതമെന്ന് തോന്നുമെങ്കിലും സ്വതന്ത്രമാണ്. ഈ മനസ്സ് ധൈര്യപൂർവം സ്വപ്രയത്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദുഃഖങ്ങൾക്കതീതമാണ്. എപ്പോഴെല്ലാം ഉദ്യമങ്ങളിൽ ഏർപ്പെടുന്നുവോ അപ്പോഴെല്ലാം ആ ഉദ്യമങ്ങൾക്ക് ഉചിതമായ ഫലം കാണുന്നുമുണ്ട്. ഭൗതിക ശരീരം ഒന്നും നേടുന്നില്ല. മാനസിക ശരീരമാണ് എല്ലാം നേടുന്നത്. മനസ്സ് എപ്പോഴും ശുദ്ധബോധത്തിൽ ഉറച്ചിരിക്കുമ്പോൾ അതിനെ ശാപങ്ങൾ ബാധിക്കുകയില്ല. ശരീരം തീയിലോ ചെളിയിലോ വീണേക്കാം. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലിത് അനുഭവമായി തീരുകയുള്ളൂ. ഇതാണ് ഇന്ദ്രന്റെ അനുഭവത്തിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ദീർഘതപൻ എന്നു പേരായ മുനിയുടെ അനുഭവവും ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. അദ്ദേഹം ഒരു യാഗം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിനു വേണ്ട സാമഗ്രികൾ സംഘടിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു കിണറ്റിൽ വീണുപോയി. അദ്ദേഹം മനസ്സിൽ യാഗം പൂർത്തീകരിച്ച് ഭൗതികമായി യാഗം ചെയ്താലുണ്ടാവുന്ന ഫലങ്ങളെല്ലാം നേടി. നേരത്തെ പറഞ്ഞ മഹാത്മാവിൻ്റെ 10 പുത്രന്മാർക്ക് ബ്രഹ്മപദവി ലഭിച്ചതും മനപ്രയത്നാൽ ആണല്ലോ. മാനസികമോ ശാരീരികമോ ആയ അസുഖങ്ങൾ, ശാപങ്ങൾ, കണ്ണീർ തുടങ്ങിയവ ആത്മാഭിമുഖമായിരിക്കുന്ന മനസ്സിനെ ബാധിക്കുകയില്ല. പാറക്കല്ലിൽ താമരപ്പൂ വീണാൽ അത് 2ആയി പൊട്ടിപ്പൊളിയുകയില്ലല്ലോ. അതുകൊണ്ട് ഒരുവൻ മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ ശുദ്ധപാതയിലേക്ക് നയിക്കണം. ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ സത്മാർഗങ്ങളിലേക്ക് ഉന്മുഖമാക്കണം. മനസ്സ് വിചാരിക്കുന്നതെന്തോ അത് അപ്പോൾ തന്നെ നടപ്പിലാവുന്നു. തീവ്രമായ ധ്യാനം കൊണ്ട് ഒരുവനുള്ളിൽ സമൂലമായ മാറ്റം വരുത്താനും തെറ്റായ കാഴ്ചപ്പാട് മൂലം ഉണ്ടായ ഭ്രമകൽപ്പനയിൽ നിന്നും വിമുക്തിയാർജിക്കാനും നമുക്ക് സാധിക്കും. മനസ്സു ചെയ്യുന്നതാണ് സത്യമായി അനുഭവപ്പെടുന്നത്. നിലാവിൻ്റെ ശീതളിമയിലിരിക്കുന്നവൻ സൂര്യൻ്റെ തീവ്രതാപം മനസ്സ അനുഭവവേദ്യമാവാം. അതുപോലെ തിരിച്ചും മനസ്സിൻ്റെ മായിക ശക്തി ഇപ്രകാരമെല്ലാമാണ്.